നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കുന്ന ശത്രു ആരാണെന്നറിയാമോ? അത് മറ്റൊരാളല്ല, നമ്മുടെ സ്വന്തം മനസ്സാണ്. പക്ഷേ അതേ മനസ്സ് തന്നെ നമ്മളെ വിജയത്തിലേക്കും എത്തിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ്. ഒരാളുടെ ജീവിതം തകർന്നു പോകുമ്പോൾ അവർക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് പണമല്ല, ആത്മവിശ്വാസമാണ്. മനസ്സ് നമ്മളെ എങ്ങനെ നിയന്ത്രിക്കുന്നു? നമ്മൾ പലപ്പോഴും എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നു. ആ ചിന്തയാണ് നമ്മളെ നിർത്തുന്നത്. ഒരു സത്യം പറയാം, നമ്മൾക്ക് പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞത് ലോകമല്ല, നമ്മളുടെ മനസ്സ് തന്നെയാണ്. ഒരു ചെറിയ പരാജയം വന്നാൽ മനസ്സ് നമ്മളോട് പറയും, നീ പാളി, ഇനി നീ ഒന്നും ആകില്ല, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. അതിനെ വിശ്വസിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. മാറ്റം എങ്ങനെ തുടങ്ങാം? നമ്മുടെ ജീവിതം മാറാൻ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ ചിന്തയുടെ മാറ്റങ്ങൾ മാത്രം മതി. എനിക്ക് പറ്റില്ല, അപ്പോൾ ഞാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കുക. ഞാൻ തോറ്റു, അങ്ങനെ വരുമ്പോൾ ഞാൻ പഠിച്ചു എന്ന് ചിന്തിക്കുക. ഒരാൾ നമ്മളെ വിശ്വസിക്കാത്തപ്പോൾ അതിലൊരു പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മൾ തന്നെ നമ്മളെ വിശ്വസിക്കാത്തപ്പോൾ അതാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മളുടെ മനസ്സ് നമ്മളെ തള്ളുമ്പോൾ നമ്മൾ നമ്മളെ പിടിച്ചു നിർത്തണം. ഓർക്കൂ, നമ്മളുടെ മനസ്സ് ഒരായുധമാണ്. അത് നമ്മളെ തകർക്കാനും കഴിയും, അല്ലെങ്കിൽ നമ്മളെ ഉയർത്താനും കഴിയും. തിരഞ്ഞെടുപ്പ് ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇന്നു മുതൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക. അപ്പോഴാണ് നമ്മളുടെ ജീവിതം നമ്മളുടെ കൈകളിൽ എത്തുന്നത്. ഓക്കെ, താങ്ക് യു.